ഗായ്സ് ഹായ് ഗായ്സ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പരിപാടി തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഞാൻ രാത്രിയാണ് ഷൂട്ട് ചെയ്യണത് എന്ന് പറഞ്ഞാൽ നാളെ നമ്മ ഒരു ടൂർ പോവുകയാണ്. അപ്പൊ 7:30 നമുക്ക് അതിന്റെ കൂട്ടുകാരനെ വീട്ടിൽ ചെല്ലണം. അതിന്റെ അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറി പോകുന്നത്. അപ്പൊ എവിടെയെന്നുള്ള ഞാൻ രാവിലെ പറയാം. അപ്പൊ അത് പോവാനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഞാൻ എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പൊ ഞാൻ അത് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ ഇനി പോയാൽ മാത്രം മതി. അപ്പൊ അത് ഗൈസ് നിങ്ങളെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആണ് അവിടെ പോകാനായിട്ട്. അപ്പൊ ഒറ്റ മൈൻഡിൽ പോവുകയാണ്, ഒറ്റ മൈൻഡാണ്. നാളെ രാവിലെ തന്നെ പോവുകയാണ് അപ്പൊ എല്ലാവരും കൂടി. അപ്പൊ നമുക്ക് ഞാൻ നാളെ രാവിലെ വെച്ച് കാണാം എവിടെ പോകണമെന്നൊക്കെ ഞാൻ നാളെ രാവിലെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ രാവിലെ ആണ്. ഓക്കെ ഗൈസ് ഹായ്. അബ്ബ എണീറ്റ് ഞാൻ ഇപ്പൊ 6 മണിയായി, ഇപ്പൊ 6:05 എണീറ്റ്. ഇപ്പൊ എന്തായാലും നമുക്ക് കുളിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണാം, കുളിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ് അപ്പത് നമ്മൾ പോവാൻ പോണേട്ടാ. അപ്പൊ അതിനാനെ വിളിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ ഇവനെ വിളിച്ചിട്ടാണ് ഈ വന്നില്ല കേട്ടോ. അതെ ഹലീബ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മ പോവാണ് ഗൈസ്. അപ്പൊ അവൻ വന്നിട്ടില്ല, അവൻ വരും. ഇപ്പൊ വന്നിട്ട് നമുക്ക് കുറച്ച് പേരും കൂടി ഉണ്ട് കൂട്ടുകാരന്മാര്, അവന്മാരെയും കൂടി പിക്ക് ചെയ്തിട്ടാണ് പോണത്. അപ്പൊ ഒറ്റ മൈൻഡ് നേരെ പൊളിക്കാണ്. അപ്ഡേറ്റ് ഒക്കെ നമ്മ ഫുള്ള് ദിവസവും ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും, യൂട്യൂബിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് പോണ വഴിക്കാണ് ഗൈസ്. അപ്പൊ നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവന്മാരുടെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് അവന്മാരെയും കൂടി പിക്ക് ചെയ്തിട്ടാണ് പോണത്. അപ്പൊ നമ്മ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറാൻ പോണേട്ടാ. അപ്പൊ നമുക്ക് അവിടെ വെച്ചാടാം. ഓക്കെ ഗൈസ് നമുക്ക് പോവേണ്ട. ഇതാണ് ഔട്ട്ഫിറ്റ്. ഓക്കെ അമ്മ ഗായ്സ് തീർന്നിട്ടോ. മച്ചാമാരി പെണ്ണോടാ ഗായ്സ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നേരെ ട്രെയിൻ കയറി ആലുവയിലേക്ക് പോവാ. ആലുവയിലേക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കോയമ്പത്തൂരേക്ക് ട്രെയിൻ പിടിച്ച് നമ്മ പോവും. അതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ പോയിക്കൊണ്ടിരിക്കട്ടോ. നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോണേ. അവിടെ വെച്ചിട്ട് കാണാം. ഇത്രയും പേരാണ് പോണത്. ഗായ്സ് അപ്പോൾ പറൂര് സിറ്റി ഉണ്ട്. അപ്പോൾ പറൂരേക്ക് പോയേണ്ടോ. വന്നിട്ട് KMK ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ച് പോകാന്നുള്ള പ്ലാനാണ്. പറൂർ എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ സ്ഥലമുണ്ട് ഗായ്സ്. എന്റെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ പറൂരേക്ക് ഗായ്സ്. അങ്ങനെ ബസ് ഇറങ്ങിയത് KMK അവിടെ നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ആലുവ ബസ് പിടിക്കണം, അതാണ് ഇനി പ്ലാൻ ഗായ്സ്. ആലുവ ബസ് വന്നിട്ടുണ്ടെങ്കിൽ ആലുവ ബസ്സിൽ കയറി പോവേട്ടോ. അപ്പൊ ആലുവ ചെന്നിട്ട് കാണാം. ഓക്കെ ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ ആലുവയിൽ തീർന്നിട്ടോ ഗായ്സ്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പൊ അവന്മാർ ടിക്കറ്റ് എടുക്കാൻ പോയിക്കാണ് ഒരുത്തൻ. അപ്പൊ കൂട്ടുകാരന്മാർ ഇവിടെ തന്നെ നിൽപ്പുണ്ടോ ഗായ്സ്. അപ്പൊ അത് കഴിഞ്ഞ് ട്രെയിൻ വെയിറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ നമ്മുടെ ട്രെയിൻ തന്നെ സ്ഥലത്തേക്ക് നമ്മൾ പോവേണ്ട ഗൈസ്. അപ്പൊ എല്ലാരും കൂടി പോവുകയാണ്. അപ്പൊ നമ്മ ആകെ എക്സൈറ്റഡ് ആണ്. നമ്മ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മ ഊട്ടിക്കാണ് ഗൈസ് പോണത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഊട്ടിക്കാണ് പോണത്. അപ്പൊ എന്തായാലും നമ്മൾ പോയി പൊളിക്കും. അപ്പൊ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ നോക്കാം. അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂല. ഓക്കെ ഗൈസ്. അപ്പൊ നമ്മ അപ്പുറത്തെ സ്ഥലത്താണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പൊ ഞങ്ങൾ സ്റ്റെപ്പ് കയറി മേളിൽ കൂടെ അപ്പുറത്തേക്ക് പോവേണ്ട. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ ട്രെയിൻ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മരെല്ലാം അവിടെ നിൽപ്പുണ്ട്. കുറച്ചൊരു പെസ് കളിച്ച് നിൽക്കേണ്ട ഗൈസ്. ഒരു 10 മിനിറ്റ് ഗ്യാപ്പുള്ളൂ. അതിന്റെ ഇടയിൽ പെസ് കളിക്കണതിന്റെ ഇടയിൽ. അറിയാലോ മൈൻഡാണ് എല്ലാവരും. 10 മണിക്കാണ് ട്രെയിൻ എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ കുറച്ച് ടൈമുള്ളൂ. അതിന് പെസ് കളിക്കാൻ വേണ്ടി നിൽക്കണം ഗായ്സ്. അപ്പൊ കുഞ്ഞിക്കട്ടറന്മാരെ ചീത്ത പറയണ്ട കളിക്കണതുകൊണ്ട് ഗായ്സ്. ഫൈനലി അപ്പൊ ട്രെയിൻ വന്നിട്ടുണ്ടാ ഗായ്സ്. ഇനി നമുക്ക് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാട്ടാ ഗായ്സ്. അങ്ങനെ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട്. ട്രെയിനിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗായ്സ് ഞങ്ങൾ അത് മനസ്സിലാക്കണം. ഞങ്ങൾ കയറേണ്ട സ്ഥലം ഇതല്ല, ഞങ്ങൾക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അങ്ങാട് പോകണം. അപ്പൊ ഞങ്ങൾ തിരിച്ചത് അങ്ങാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഗായ്സ്. അങ്ങനെ ഫൈനലി ട്രെയിൻ ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇരിക്കേണ്ട. ഇങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാവരും മേളിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ 8 പേരാണ് പോണേട്ടാ. പനിയാണ്.
ഗായ്സ് കുറച്ച് ഗ്യാപ്പ് കിട്ടിയുള്ളൂ. അപ്പൊ തന്നെ വീണ്ടും പെസ് കളി തുടങ്ങിയിട്ട് എല്ലാവരും. അപ്പൊ പെസ് കളിച്ചിങ്ങനെ ഇരിക്കുന്നത് ഇനി 3 മണിക്കൂർ എന്തോ യാത്രയും കിട്ടാ. അപ്പൊ ഇനി പെസ് കളിക്കാണ്ടല്ലാണ്ട് നേരം പോകാൻ വേറെ വഴിയൊന്നുമില്ല ഗായ്സ്. കുറച്ചൊരു മേളിലാണ്ടിരിക്കുന്നത് താഴ്ത്ത് വേറെ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ കുറച്ചൊരു മേളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിച്ച് ഫുൾ വൈബായിട്ട് പോകേണ്ട ഗായ്സ്. അപ്പൊ ഇനി 3 മണിക്കൂർ ഫസ്റ്റ് എനിക്ക് കയറിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇരുന്ന് മരയൊക്കെ ഉണ്ട് ഗായ്സ്. അപ്പൊ എണീറ്റൊക്കെ നിൽക്കുന്നുണ്ട് കുറെ നേരം ഗായ്സ്. എനിക്ക് അവിടെ തന്നെ ഇരുന്ന് മടുത്തപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തിങ്ങനെ നിൽക്കേണ്ടി ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. എന്നാൽ ഈ പുറത്തുള്ള കാഴ്ചയൊക്കെ ഉണ്ട് ഇങ്ങനെ നിൽക്കുക. അതൊരു വേറൊരു വൈബ് തന്നെയാണ് ഗായ്സ്. ഒരു പ്രാവശ്യം ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യണം. അതൊരു വേറെ ഫീലിംഗ് ആയിരിക്കുള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരന്മാരും വന്നിട്ട് ഗൈസ്. അവന്മാർക്കും അടുത്തു നിന്ന് അവിടെ ഇരുന്നിരുന്നു. ഗായ്സ് അങ്ങനെ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കോയമ്പത്തൂർ എത്താറായിട്ട് ഇപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞ് ഞങ്ങളുടെ എത്തിയാണ്. അപ്പൊ എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കേണ്ട. ഗായ്സ് അപ്പൊ ഫൈനലി ഇതേ കോയമ്പത്തൂർ എത്തിയിട്ട് നമ്മ അതേ അപ്പൊ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. തിക്കും തിരക്കാക്കി ഇതേ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഗായ്സ് അങ്ങനെ കോയമ്പത്തൂരേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ബസ് കയറി പോകാന്നുള്ളത് അറിയാം. അല്ലാണ്ട് ഏത് ബസ് കയറണം എവിടെ ചെല്ലണം എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്നാലും നമ്മ മാക്സിമം ചോദിച്ചറിയോട്ടെ ഗായ്സ്. അപ്പൊ ഓരോരുത്തരോടൊക്കെ ചോദിക്കാനായിട്ടുള്ള പ്ലാനാണ് ഇനി നടക്കാൻ പോണത്. അപ്പൊ ഗായ്സ് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണുണ്ട്. അപ്പൊ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇനി ഏത് ബസ് കയറണം എവിടെയൊക്കെ പോകണം എന്നുള്ള കാര്യം അറിയണം. അപ്പൊ അതിനുള്ള പരിപാടിയാണ്. ഇപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും 3 ഗ്യാങ്സ് ഫ്രണ്ടിൽ പോണുണ്ടോ ഗായ്സ്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് KSRTC സ്റ്റാൻഡ് ഉള്ളത്. ഉക്കടം ബസ് സ്റ്റാൻഡ്. 9 മിനിറ്റ് ആണ് ഇവിടെ നടന്ന. നോക്കിയിട്ടാണ് നമ്മ പോണത് കേട്ടോ. കറക്റ്റായിട്ട് കയറാൻ സാധ്യത ഉണ്ട്. അലിയൊക്കെ പാസറൊക്കെ ഗൈസ് ഞാൻ പറഞ്ഞല്ല ചോദിച്ചാണ് പോണത്. അപ്പൊ ഇപ്പൊ ചോദിച്ചപ്പോ പറയണത് ഓട്ടോറിക്ഷക്കാണെങ്കിൽ പൈസ കൂടുതൽ വരും. നമ്മ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണല്ലോ. അപ്പൊ നമ്മ അത് നിക്കണില്ല. അപ്പൊ 2 ബസ് കയറണം. ഫസ്റ്റ് ഗാന്ധിപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഗാന്ധിപുരത്ത് എത്തണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബസ് കയറണം. അത് കഴിഞ്ഞിട്ട് ഗാന്ധിപുരത്ത് നിന്ന് പുതു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിറങ്ങണം. അവിടെ ആ ബസ് സ്റ്റാൻഡിലാണ്, പുതു ബസ് സ്റ്റാൻഡിലാണ് ഈ ഊട്ടിക്കുള്ള ബസ് ഉള്ളത്. അപ്പൊ നമ്മൾ 2 ബസ് കയറണം. ഫസ്റ്റ് ഗാന്ധിപുരത്തിലേക്ക് ബസ് കയറണം. ഗാന്ധിപുരത്ത് നിന്ന് പുതു ബസ് സ്റ്റാൻഡിലേക്ക്, പുതു ബസ് സ്റ്റാൻഡിൽ നിന്ന്
ഊട്ടി. അപ്പോൾ നമ്മതേ ഇപ്പോൾ ഗാന്ധിപുരത്തിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഗാന്ധിപുരത്തേക്ക് പോകണമെങ്കിൽ ഇപ്പം തന്നെ ഒരു ബസ് കിട്ടണം. അപ്പം നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പം നമ്മൾ കുറേ ദൂരം നടന്നിട്ടാണ് ബസ് പിടിച്ചത്. അതൊക്കെ ഞാൻ നേരത്തെ കാണിക്കുന്നുണ്ട്. ഓക്കെ, കോയമ്പത്തൂർ എന്താ നിങ്ങൾക്ക് കോയമ്പത്തൂര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സേവ് ചെയ്ത് വെക്കും. ഗൈസ് ദേ ഇനി എങ്ങാട് പോകണമെന്ന് പറഞ്ഞിട്ട് ആകെ മൂഞ്ചി കുത്തി നിൽക്കുകയാണ്. എന്താണെന്നുണ്ടെങ്കിൽ 2 വഴി കാണുന്നുണ്ട് എങ്ങാട്. അവിടെ ഒരു വഴി കാണുന്നുണ്ട് അങ്ങാട്, പിന്നെ ദേ ഇപ്പുറത്തേക്ക് ഒരു വഴിയും കാണുന്നുണ്ട്. അത് ഇത് വഴി അതൊരു ഗൂഗിൾ മാപ്പ് ഉണ്ട്. എന്താ ചെയ്യണം, നമ്മൾ എന്തായാലും ഊട്ടി എത്തും ഉറപ്പാണ്. ഗായ്സ് അപ്പൊ ഗാന്ധിപുരത്തേക്ക് ഒരു ബസ് പിടിക്കണം. പക്ഷെ ആ ബസ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലവരും പല സ്ഥലമാണ് പറയണത്. ഒരാൾ പറഞ്ഞു അങ്ങാട് പോയിക്കോ, അവിടെയാണ് ബസ് സ്റ്റാൻഡ്. ഒരാൾ പറഞ്ഞു ഇവിടെ നിന്നോ, ഇവിടെ നിന്നാലും ബസ് വരുമെന്ന്. അപ്പൊ ആകെ പ്രാന്തളകിക്കേണ്ട ഗായ്സ്. ഞാൻ ഇങ്ങനെ ആകെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. പക്ഷെ എന്തായാലും നമ്മൾ കയറിപ്പോവും, അത് ഉറപ്പാണ് ഗൈസ്. അപ്പൊ ബസ് വരാണ്ട് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കണ സമയത്ത് ഞങ്ങൾ വിചാരിച്ച് ഊബർ ബുക്ക് ചെയ്യാന്ന്. ഊബർ ബുക്ക് ചെയ്തപ്പോൾ അയാൾ പറയണ 4 പേരിൽ കൂടുതൽ കയറാൻ പറ്റില്ലെന്ന്. ഞങ്ങൾക്ക് 8 പേരില്ലാണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ലാസ്റ്റ് അയാളെ പിരിച്ചു വിടുകയാണ്. അങ്ങനെ ഞങ്ങൾ ആകെ ദാഹിച്ചിരിക്കണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അടുത്തുള്ള SBI ബാങ്കിൽ കയറി വെള്ളം അവിടെ നിന്ന് നിറയ്ക്കണം. എല്ലാവർക്കും വെള്ളം നിറച്ച് കുറേയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ വിശ്രമിച്ച് നിൽക്കണം എല്ലാവരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഗാന്ധിപുരത്തിലേക്ക് നടക്കാമെന്ന്. ഗായ്സ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇത്തിരി ബ്രെഡും ജാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നേരെ ഗാന്ധിപുരത്തിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇത്തിരി നേരം വിശ്രമിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട എല്ലാവരും കൂടി. ഒരു വൈബാണ് ഗായ്സ്. ബ്രെഡൊക്കെ തിന്നു കഴിഞ്ഞ് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ചെക്കൻ പറഞ്ഞ് ആ ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മതി പുതു ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുതു ബസ് സ്റ്റാൻഡിലെത്തി. ഇനി പുതു ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഇനി ഊട്ടിക്ക് പോകണം. അതിനുള്ള ബസ്സാണ് ഞാൻ തപ്പാൻ പോണത്. അപ്പം ഇനി അതിനുള്ള പരിപാടിയാണ്. പുതു ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ ഇനി വേറെ ബസ് പിടിക്കണം. അപ്പോൾ ആ ബസ് തപ്പി അടക്കേണ്ട ഞങ്ങൾ എല്ലാവരും കൂടി. അപ്പോൾ ഇത് ഏതാണ് സ്ഥലമൊന്നും എനിക്ക് അറിഞ്ഞുകൊടുത്ത ഗായ്സ്. ഇതിപ്പോൾ ഗാന്ധിപുരമാണ് ഇപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ പുതു ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള ബസ്സും തപ്പി നടക്കേണ്ട ഗായ്സ്. എല്ലാവരും ഉണ്ട് കേട്ടോ. എന്നോട് എവിടെ എത്തിയെന്നൊന്നും ഒരു ബോധവുമില്ല. എന്നോട് സ്ഥലത്തിൻ്റെ ഇതൊന്നും ചോദിക്കല്ലേ, എനിക്കൊന്നും പറഞ്ഞൂടാ. ഗായ്സ് അതിൻ്റെ ഇടയിലാണ് നമുക്ക് വിശന്നിട്ട് നമ്മൾ ഒരു ഫുഡ് അടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. ആ കടയിലാണെങ്കിൽ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡൊന്നും വലിയ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെറിയ തോന്നിയതുകൊണ്ട് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ബസ്സിൽ കയറി എല്ലാവരും ഉണ്ട്. ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ കാട്ടിലെത്താന്നാ പറയണത്. നോക്കാം എവിടെ ചെന്ന് കയറും. ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മൾ 2 ബസ് കയറി. അതിൽ ഫസ്റ്റ് ബസ് കയറിയപ്പോൾ 6 രൂപ, രണ്ടാമത്തെ ബസ് കയറിയപ്പോൾ 7 രൂപ. അങ്ങനെ ആ ഫസ്റ്റ് ബസ് കയറിയപ്പോൾ 6 രൂപ 47 രൂപ, 8 പേരുണ്ടായി ഞങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ ബസ് 7 രൂപ 56 രൂപ വന്നിട്ട്. നമ്മുടെ അവിടെയൊക്കെ തന്നെ 10 രൂപയുള്ള മിനിമം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 6 രൂപ 7 രൂപ ഒക്കെ കൊണ്ടുള്ളൂട്ടാ. ഗായ്സ് നമ്മൾ ഗാന്ധിപുരത്ത് നിന്ന് ബസ് കയറിയല്ല പുതു ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ ഗാന്ധിപുരത്ത് നിന്ന് പുതു ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറിയപ്പോൾ 1 കിലോമീറ്റർ മുമ്പ് കൊണ്ടാണ് അവർ നിർത്തിയത്. എന്നിട്ട് അവിടുത്തെ കണ്ടക്ടർ പറഞ്ഞ് 1 കിലോമീറ്റർ നിങ്ങൾ നടന്നാൽ മതി പുതു ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ അപ്പോൾ അവിടെ ചെന്ന് കാണാം. ബസ്സിൻ്റെ അവിടെ ബസ് ഉണ്ടാകും. അതാണ് നമ്മുടെ കയ്യിലുള്ള ടാസ്ക്. ഇവിടെ നിന്നാണ് ഊട്ടിക്ക് ബസ്സുള്ളത്. കണ്ടോ, ഇതാണ് ഊട്ടിക്ക് ബസ്സുള്ള സ്ഥലം. നമ്മുടെ കൂട്ടുകാരന്മാർ അവിടെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടിയിട്ടുള്ള പഠിക്കണം. ഞാൻ അപ്പോൾ തിന്നാന്നുള്ള പ്ലാൻ ചെയ്യാൻ തോന്നിയിരിക്കുന്നത് എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. ഒരു യങ് അവിടെ യങ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും തിന്നിട്ട് കാണാം. ഓക്കെ എല്ലാവരും തിന്നുണ്ട്. അപ്പോൾ ചെറിയൊരു അത്ര അത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറുക്കുറി
കുഴപ്പമില്ല, എന്നിട്ട് കാണാം. ഓക്കെ ഗായ്സ് അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ ഇനി ബസ്സിലേക്ക് കയറി പോവാൻ പോണേണ്ട. പിന്നെ ബസ്സിൽ വെച്ച് കാണാം. ഗൈസ്, ഇതാണ് ഊട്ടി കയറാനുള്ള ബസ്. ഊട്ടിക്ക് ഊട്ടിയിലേക്ക് ഓക്കെ. അതെ ഗൈസ്, ഊട്ടിക്ക് വരാണ്ട് വീട്ടിലിരുന്ന് വീഡിയോ കോൾ ചെയ്ത സ്ഥലങ്ങളാണ് ആദം. അൺഎക്സ്പെക്റ്റഡ് ആയി തിന്നണ വീഡിയോ എടുക്കാനാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കാനാണ്. നിസാം സന്താൻറ്റിന സർ എന്തോ പരിപാടിക്ക് ചായ വാങ്ങിക്കാനാ പോയേക്കണം. ഗായ്സ് ഞാനിവിടെ വെച്ച് നിർത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ 15 മിനിറ്റ് എന്തോ കഴിഞ്ഞാൽ പിന്നെ ഇടുത്തന്നെ ഭയങ്കര ലോങ് ആയി പോകും. അപ്പൊ ബാക്കി നാളെ. ഓക്കെ.